നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ RSSനെ കടന്നാക്രമിച്ചും പാണക്കാട് കുടുംബത്തെ വാനോളം പുകഴ്ത്തിയും രമേശ് ചെന്നിത്തല. പാണക്കാട് കുടുംബം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാതിരുന്നത് പാണക്കാട് ശിഹാബ് തങ്ങൾ കാരണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുസ്ലിം ലീഗ് എല്ലാ കാലവും തന്നോടൊപ്പമുണ്ട് എന്ന് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണം. NSSന്റെയും SNDPയുടെയും പിന്തുണയുറപ്പിച്ചു. ഇനി വേണ്ടത് മുസ്ലിം ലീഗിന്റെ ആശീർവാദം. പട്ടിക്കാട് നടക്കുന്ന ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിന്റെ സെക്ഷൻ ഉദ്ഘാടനത്തിന് മുൻപ് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. KMCC നേതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച. മുസ്ലിം ലീഗുമായി ഏറ്റവും നല്ല ബന്ധമാണുള്ളത്. അതൊരു കാരണവശാലും ഇല്ലാതാകില്ലെന്ന് രമേശ് ചെന്നിത്തല. ലീഗുമായി രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഉള്ളിടത്തോളം കാലം ഒരകൽച്ച എനിക്കുണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ബന്ധം ആണ് എനിക്കുള്ളത്. അതൊരിക്കലും ആ ബന്ധം ഇല്ലാതാകില്ല. ആ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകും. എല്ലാ കാലത്തും എന്നോടൊപ്പം ഉണ്ട്, ഇനിയും ഉണ്ടാകും. പാണക്കാട് തങ്ങൾമാരെയും മുസ്ലിം ലീഗിനെയും ആവോളം പുകഴ്ത്തി ഉദ്ഘാടന പ്രസംഗം. ഇവിടെ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നിടത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഐക്യത്തിൻ്റെതാണ്, യോജിപ്പിൻ്റെതാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും വലിയ വലിയ സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാസം 11 നടക്കുന്ന SKSSF പരിപാടിയിലും രമേശ് ചെന്നിത്തല ഉദ്ഘാടകനാണ്. 24 മലപ്പുറം. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകളിലേക്കാണ് ഇനി. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത്. അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കൗമാര കലാമാമാങ്കത്തിന് കൊടിയേറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനമാണ് ഇന്ന്. ഇപ്പോൾ പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് മുന്നിൽ. 179 പോയിന്റാണ് തൃശ്ശൂരിനുള്ളത്. 175 പോയിന്റ് വീതമുള്ള കോഴിക്കോടും കണ്ണൂരും തൊട്ടു പിന്നിലുണ്ട്. ആദ്യ ദിനം ജനപ്രിയ ഇനങ്ങളായ സംഘനൃത്തവും ഒപ്പനയും മാർഗം കളിയും കാണികൾക്ക് ആസ്വാദ്യകരമായി. വേദിയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളിലേക്ക്. കളിച്ചിടാൻ കൂട്ടരില്ല വ്യസനിച്ചൊരു ബാലൻ അമ്മയോടൊപ്പം ഗുരുവായൂരിൽ തൊഴുതൊരു ബാലൻ കരഞ്ഞു സങ്കടമോദി കൂടെ കലോത്സവ നഗരിയിലെ വേദികളുടെ പേരുവിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കലോത്സവ നഗരിയിൽ നിന്ന് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കലോത്സവ നഗരി എല്ലാ കാലത്തും ഓരോ കൗതുകങ്ങൾ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തുവെക്കും അല്ലേ. കലോത്സവ നഗരിയിലെ വേദികളുടെ പേരുകൾ എപ്പോഴും കൗതുകമാണ് നമുക്ക്. ഇത്തവണ കേരളത്തിലെ നദികളുടെ പേരുകളാണ് ഓരോ വേദിക്കും. പ്രധാന വേദിയുടെ തന്നെ പേര് കണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ MTയുടെ പ്രിയപ്പെട്ട നിളയുടെ പേരാണ് പ്രധാന വേദിക്ക്. ഇനി മറ്റു വേദികളിലേക്കും നമുക്ക് പോകണം. എന്തെല്ലാം പേരുകളാണ് കേരളത്തിലെ, ഏതെല്ലാം നദികളുടെ പേരുകളാണ് ഈ കലോത്സവ നഗരിയിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. MTയോടുള്ള ആദരമായി പ്രധാന വേദിക്ക് ഭാരതപ്പുഴയുടെ വിളിപ്പേരായ നിളയെന്നു പേര്. വഴുതക്കാട്ടെ സർക്കാർ വനിതാ കോളേജിലെ 2ാം വേദിക്ക് പെരിയാർ എന്നാണ് പേര്. ടാഗോർ തിയേറ്ററിൽ പമ്പയാർ. തീർന്നില്ല, അച്ചൻകോവിലാറും ചാലക്കുടിപ്പുഴയും ചാലിയാറും. അങ്ങനെ 25 വേദികൾക്കും
പുഴകളുടെ പേരാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ടെക്നോ പാർക്കിലേക്കാണ്. എന്താണ് ടെക്നോ പാർക്കും കലോത്സവ നഗരിയും തമ്മിലുള്ള ബന്ധമെന്നല്ലേ? ടെക്നോ പാർക്കിലെ വിവിധ ഫേസുകളിലെ ബ്ലോക്കുകൾക്കെല്ലാം തന്നെ കേരളത്തിലെ പുഴകളുടെ പേരാണ്. പുഴയോരം നിൽക്കുമി കൈതതൻ പൂ പോൽ പാതിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ അന്നെൻ്റെ മനസ്സോ മുക്ത സൗന്ദര്യത്തിനാദ്യാനുഭൂതി തൻ ആനന്ദമറിഞ്ഞു നറുനിലാവായെന്നും നിറയുന്നു ഹൃദയത്തിലവളുടെ സൗന്ദര്യം സ്മൃതി തൻ. പമ്പ, പെരിയാർ, നിള, ഭവാനി, തേജസ്വിനി അങ്ങനെ പോകുന്നു ടെക്നോ പാർക്കിലെ കെട്ടിട സമുച്ചയങ്ങളുടെ പേരുകൾ. എനിക്കൊന്ന് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വലിയ കാടുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കുമ്പം അവരന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഇവിടെ കുറച്ച് നദികളുടെ പേരൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ കുറച്ച് കളർഫുൾ ആക്കാമെന്നൊക്കെ ആയിരിക്കാം. നമ്മളും കലോത്സവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നദികളുടെ പേര്, പിന്നെ മെയിൻ സ്റ്റേജിന് MTയുടെ അനുസ്മരണം. അപ്പോൾ അതൊക്കെ ഭയങ്കര കാച്ചിങ് ആയിരുന്നു. നദികളുടെ ഒരു പേര് പരിസ്ഥിതി സൗഹൃദപരമായിട്ടിട്ട ആ ഒരു കാലത്ത് അന്ന് നമ്മൾ ഈ ക്യാമ്പസ് തുടങ്ങിയ സമയത്ത് KR ഗൗരിയമ്മയും കെ നായനാരൊക്കെ തുടങ്ങിയ സമയത്ത് അന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അന്ന് നമുക്ക് കുറച്ചും കൂടെ പോഷക സമൃദ്ധമായിരുന്നല്ലോ നമ്മുടെ നാട്. അപ്പോൾ കുറച്ചും കൂടെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ളൊരു നാമങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ കലോത്സവത്തിൻ്റെ ഈ വേദികളുടെ പേര് കേട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുപോലത് അനുകരിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് എല്ലാവർക്കും ഒരു അഭിമാനം കൂടിയാണ്. കേവലം കൗതുകത്തിനപ്പുറം കാലം എത്ര മാറിയാലും പ്രകൃതിയോടിണങ്ങി നിൽക്കണമെന്ന ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ പേരിടലുകൾ. സ്മിത ഹരിദാസ്, 24, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഒരു മന്ത്രി കലോത്സവത്തിൽ ഭരതനാട്യ മത്സരം കാണാനെത്തുന്നു. അവിടെ വെച്ച് പഴയ സുഹൃത്തുക്കളെ കാണുന്നു. മുൻപ് അതേ വേദിയിൽ ഡാൻസ് ചെയ്ത ഓർമ്മകൾ പരസ്പരം പങ്കിടുന്നു. ഇതേ വേദിയിൽ വീണ്ടും ഒന്നിച്ചൊരു പെർഫോമൻസ് നടത്താൻ തീരുമാനിക്കുന്നു. 24 ക്യാമറയ്ക്ക് മുന്നിൽ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. മന്ത്രി മറ്റാരുമല്ല, വീണ ജോർജാണ്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. വേദി 2-ലാണ് ഉള്ളത്, വുമൻസ് കോളേജ്. എന്തായാലും വുമൻസ് കോളേജിൽ ഒരു സർപ്രൈസ് അതിഥി കൂടി വന്നിട്ടുണ്ട്. മിനിസ്റ്റർ ഇവിടെ എത്തിയത് ഒരു മന്ത്രിയായിട്ടാണോ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടാണോ? പൂർവ്വ വിദ്യാർത്ഥിയായിട്ടാണ്. ഗ്യാങ് ഉണ്ടല്ലോ, ഗ്യാങ്ങിനെ ഞാൻ പരിചയപ്പെടുത്തണോ മന്ത്രി? ഇത് ഞങ്ങളുടെ അന്നത്തെ ടീമാണ്. ടീമെന്ന് പറയുമ്പോൾ ഞാനന്ന് അവസാനം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ PGക്ക് പഠിക്കുന്നു. എനിക്ക് ആര്യ പ്രീ ഡിഗ്രിയാണ്, മോള് ഡിഗ്രിയാണ്, സിരിജ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനും സ്കിറ്റും മൈമും അതിന് പിന്നെ അതോടൊപ്പം നമ്മുടെ ഡാൻസ് പെർഫോമൻസുകളുമൊക്കെ ഏറ്റവും ഒടുവിൽ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ചെയ്തത് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം 1999-ലാണത്. അന്നാണ് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. അതെ, 97 ആണല്ലേ? ഓക്കെ, അന്നാണ് അതെ ശ്രീ KR നാരായണൻ അദ്ദേഹമായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അപ്പോ അന്നത്തെ ഡാൻസ് പെർഫോമൻസ് ആണ് ആദ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തത്. തീർച്ചയായിട്ടും ഇവിടെ ഒന്നിച്ച് വേദിയിൽ എന്തായിരുന്നു അന്നത്തെ പെർഫോമൻസ്? അന്ന് ഞങ്ങളൊരു സെമി ക്ലാസിക്കലായിരുന്നു. അന്ന് റഹ്മാന്റെ വന്ദേ മാതരം അതുപോലെ. മിനിസ്റ്ററുടെ അതെ, ഞാൻ ഹൈക്കോടതിയിൽ അഭിഭാഷകയാണ്. അഭിനേതാക്കളടക്കമുള്ള ഒരു വൻ സംഘം ഉണ്ടല്ലേ? ഞാൻ അഭിനേതാവാണെങ്കിലും ശ്രീവിദ്യാ കലാനികേതൻ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. 4 സെന്റേഴ്സ് ഉണ്ട്. അതിന്റെ ഒരു പരിപാടിയിലാണ്. പെർഫോമൻസിനെ കുറിച്ച് അന്ന് ആ കാലത്തെ പെർഫോമൻസിനെ കുറിച്ച് ഓർത്താലോ? അല്ലല്ല, അത് ഓൾറൗണ്ടർ ആയിരുന്നില്ലേ പ്രസംഗം? അത് 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്. 3 വയസ്സ് തൊട്ട് സ്റ്റേജിൽ പെർഫോമൻസ് ഒരു പ്രസക്തിയില്ല. ചേച്ചിയായിരുന്നു ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ്. ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളോട്. അപ്പൊ ചേച്ചിയായിരുന്നു ഫുൾ ഡാൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്യുന്നത് വരെ ചേച്ചിയായിരുന്നു. കോളേജിലെ പെർഫോമൻസ് ആനുവൽ ഡേക്ക് ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്ത് ഞങ്ങൾ ഇറക്കിയത് വീണ ചേച്ചിയായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. കോളേജ് ലൈഫിലെ മറ്റ് രഹസ്യങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടോ മിനിസ്റ്റർ? രഹസ്യമില്ല, ഒരു പെർഫോമൻസ് നമുക്ക് ചെയ്യണം എന്നുള്ളത് പരസ്യപ്പെടുത്തുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിനികളല്ല, ഇപ്പൊ കോളേജിന്റെ നമ്മുടെ 100 വർഷം പിന്നിട്ടതിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥിനികൾ കുറേ പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു വേദിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു തീരുമാനം, ആലോചന വന്നത്?
അത് ഫൈനലൈസ് ചെയ്തത് ഇവിടെ വന്നിട്ടാണ്. അങ്ങനെ പറയാം. അതെ, കണ്ടപ്പോൾ സന്തോഷമായി. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു. എന്തായാലും ഒരു പെർഫോമൻസ് നമുക്ക് മന്ത്രിയുടെയും പഴയ സഹപാഠികളുടെയും കാണാനാകും എന്നാണ് മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോഴിക്കോട് സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളുടെ മാർഗം കളി 24 പവനിൽ നടന്നു. ആ മാർഗം കളിയിലേക്കാണ് ഇനി. അപ്പോൾ പ്രിയയുടെ പ്രേക്ഷകരെ, നമ്മൾ അനന്തകലാപുരിയിലെ വിസ്മയ പ്രകടനങ്ങൾ തുടരുകയാണ്. ഇവരങ്ങ് കോഴിക്കോട് നിന്ന് വരികയാണ്. അതെ, വേഷം കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കാണും എന്താണ് മാർഗം കളിയാണ്. അപ്പൊ മാർഗം കളിക്കാരാണ് നമുക്കൊപ്പം ഉള്ളത്. നേരെ പെർഫോമൻസിലേക്ക് പോകാലോ. അതിന് മുമ്പ് നമുക്കൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം അല്ലേ? പേര് പറയാമോ? സ്നേഹ, ശിവതീർത്ഥ, വേദ, തന്മയ, ശ്രീലക്ഷ്മി, അനന്യ, അവിടെ ഒരാളും കൂടി ഉണ്ട്. മാളവിക. പേരെന്താ? മാളവിക. പാർവതി. മാളവികയാണ് ഗായിക അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ, നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? മക്കളെ തിരയഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തിരമലമേൽ നിന്നും വേദ്യനമ്പോ ചാർത്തി മാറി എന്ന പോൽ തിരമയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ പട്ടുടൻ പണിപ്പുടവ പവിഴമൂത്തു മാലയും തിരയലങ്കരിച്ച പന്തലിൽ വന്നു തകവേണം മാർത്തോമൻ തിരയലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തിരയലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതേ തത്താതിമൃതത്തേ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നു. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നഗരസഭാ കൗൺസിൽ തീരുമാനത്തിന് പിന്നാലെയാണ് നടപടി. YS അഭിനന്ദ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഏതിടങ്ങളിലൊക്കെയാണ് ഈ വഴിയോര കച്ചവടം ഒഴിപ്പിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? കൗൺസിൽ യോഗത്തിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കാക്കനാട്, ചിറ്റിയത്തുകര, ഒല്ലിമുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ കടകൾ ഒഴിപ്പിക്കാനുള്ള തീരുമാനം എന്നത്. ഇതിന്റെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ വിഭാഗം, തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം, ഒപ്പം തന്നെ പോലീസും നഗരസഭാ അധികൃതരും നേരിട്ടെത്തിയാണ് ഇപ്പോൾ കടകൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കടകൾ ഇതുപോലെ അനധികൃതമായി പണിഞ്ഞത് അത് ഒരു തെറ്റായ കാര്യമാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കട ഒഴിപ്പിക്കലേക്ക് കടന്നിരിക്കുന്നത്. മാലിന്യ പ്രശ്നങ്ങളുണ്ട്. മാലിന്യ പ്രശ്നം നമ്മൾ നിൽക്കുന്നത് കാക്കനാട് DLF ഫ്ലാറ്റിന് തൊട്ട് മുന്നിലാണ്. കാക്കനാട് DLF ഫ്ലാറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം മഞ്ഞപ്പിത്ത വ്യാപനം അതിരൂക്ഷമായ സ്ഥലമാണ്. അത് മാലിന്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേരത്തെ പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃക്കാക്കര നഗരസഭയുടെ ഭാഗത്ത് ഒരു ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് പോകുന്നത്. കാക്കനാട്, ചിറ്റിയത്തുകര, ഒലിമുകൾ, NGO ക്വാർട്ടേഴ്സ് തുടങ്ങിയ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ കട ഒഴിപ്പിക്കുകയാണ്. ഇവിടെ നാട്ടുകാർ ഇവർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പ്രധാനമായും NULM ലൈസൻസ് ഇല്ലാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. NULM ലൈസൻസ് എന്ന് പറഞ്ഞത് വഴിയോര കച്ചവടക്കാർക്ക് നൽകുന്ന ലൈസൻസാണ്. ലൈസൻസ് ഇല്ലാത്ത കടകൾ ഒഴിപ്പിക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ അനധികൃതമായി ഭൂമി കയ്യേറി കടകൾ സ്ഥാപിച്ച് അങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും കട ഒഴിപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ കട ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ആരോഗ്യവകുപ്പ് ജീവനക്കാർ, നഗരസഭാ അധികൃതർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ കട ഒഴിപ്പിക്കൽ നേതൃത്വം നൽകുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. ഇത് നേരത്തെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ നടത്തിയതാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ചേർന്ന കൽവിളക്കിൽ തിരിതെളിയിക്കുകയായിരുന്നു. കലോത്സവം അതിജീവനത്തിന്റേത് എന്ന മുഖ്യമന്ത്രി. കലോത്സവ ആരവങ്ങൾക്കിടെ 24 പവലിയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരുക്കിയ നൃത്താവിഷ്കാരത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ചേർന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ച കൽവിളക്കിൽ തിരിതെളിച്ചു. കലോത്സവ വേദികളിലെ പങ്കാളിത്തമാണ് വിജയത്തെക്കാൾ വലിയ നേട്ടമെന്ന മുഖ്യമന്ത്രി. ഇത് അതിജീവനത്തിന്റെ കലോത്സവമെന്നും പിണറായി. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിന്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഒറ്റത്തവണ സ്കോളർഷിപ്പ് 1000-ൽ നിന്ന് 1500-ലേക്ക് ഉയർത്തുന്നത് പരിഗണനയിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഒന്നാം ദിനം കണ്ണൂരിന്റെ കുതിപ്പാണ് തലസ്ഥാനത്ത് കണ്ടത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ തൊട്ടു പിന്നിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. കലോത്സവാവേശം തത്സമയം ജനങ്ങളിലെത്തിക്കാൻ 24ഉം സജ്ജമായി കഴിഞ്ഞു. പ്രധാന വേദിക്കരികിലെ 24 പവലിയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്കൂളുകളെ വിലക്കിയതിൽ വിമർശനവുമായി AISF. പ്രതിഷേധമുയർത്തുന്ന അധ്യാപകർക്കും വിദ്യാലയങ്ങൾക്കുമെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണ്. മലപ്പുറം തിരുനാവായ, നവാമുകുന്ദ, എറണാകുളം കോതമംഗലം മാർ ബേസിൽ എന്നീ സ്കൂളുകൾക്കെതിരെയുള്ള നടപടി നീതീകരിക്കാൻ കഴിയില്ല എന്നാണ് വിമർശനം. പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരി ഷഹാന ഷെറിനെ കണ്ടെത്തി. ഗോവ മഡ്ഗാവിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. നിലമ്പൂരിൽ നിന്നുള്ള അധ്യാപകരുടെ യാത്രാ സംഘമാണ് ഗോവയിൽ വെച്ച് കുട്ടിയെ കണ്ട് ഗോവ മഡ്ഗാവ് പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് മഡ്ഗാവ് പോലീസ് പട്ടാമ്പി പോലീസുമായി ബന്ധപ്പെട്ടു. കുട്ടിയെ കൊണ്ടുവരുന്നതിനായി പട്ടാമ്പി പോലീസും ബന്ധുക്കളും ഗോവയിലേക്ക് തിരിച്ചു. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. തിരുവനന്തപുരം പൂവച്ചലിൽ +2 വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു. +2 വിദ്യാർത്ഥി അസ്ലമിനാണ് കുത്തേറ്റത്. 1 മാസം മുൻപുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്നാണ് അസ്ലമിനെ ആക്രമിച്ചത്. പൂവച്ചൽ ബാങ്ക് നട ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അസ്ലമിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മാസം മുമ്പ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. അന്നത്തെ സംഘർഷത്തിന്റെ ബാക്കിയായാണ് ഇന്നത്തെ സംഭവമെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. 24 തിരുവനന്തപുരം. ജമ്മു കശ്മീരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് 4 സൈനികർക്ക് വീരമൃത്യു. അപകടത്തിൽ 3 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ദിപ്പോറയിൽ സൈനിക വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്നാണ് അപകടമെന്ന് സൈന്യം അറിയിച്ചു. അപകടത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു. 13 രാഷ്ട്രീയ റൈഫിൾസിലെ സൈനികർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാൾ സ്വന്തം വീടിന് തീ കൊളുത്തി. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. അജീഷ് ജയകുമാറുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ അജീഷ് പറയൂ. ഇന്ന് രാത്രി 8:30 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ്. അംബിക എന്ന് പറയുന്ന സ്ത്രീയുടെ വീടാണിത്. അവരും അവരുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. രാത്രിയോടെ ഈ മകൻ ഈ വീടിന് തീയിടുകയായിരുന്നു. തീ ആളി കത്തിയതിനു ശേഷമാണ് നാട്ടുകാരടക്കം ഇത് കാണുന്നത്. ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പക്ഷെ വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ഫയർഫോഴ്സ് സംഘമെത്തിയാണ് ഈ വീടിനെ തീ അണച്ചത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായത് ഇവർക്ക് മറ്റു ബന്ധുക്കളാരും തന്നെ ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇവർക്കിപ്പോ മറ്റൊരിടത്തും പോകാൻ കഴിയാത്തതിനാൽ ഇവർ ഈ വഴിയിൽ ഈ വീട്ടമ്മ കുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ നാട്ടുകാർ ഈ വാർഡ് മെമ്പറെയും പോലീസിനെയൊക്കെ ഇടപെടിച്ച് ഇവരെ എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള സുരക്ഷിതമായി മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.
ക്ഷേത്രാചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ടെന്നും അത് പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്നുമാണ് കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. വിഷയത്തിൽ ചർച്ച നടക്കേണ്ടത് സമുദായങ്ങൾക്കിടയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. അമ്പലങ്ങളിൽ ഷർട്ടിടണോ വേണ്ടയോ എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരിഹസിച്ചു. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് SNDP യോഗത്തിന് ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിക്കാത്ത കാരണമെന്ന നിബന്ധനയ്ക്കെതിരെ പ്രതികരിച്ചത്. ആ വേദിയിൽ വെച്ച് തന്നെ അതിനെ അനുകൂലിച്ച മുഖ്യമന്ത്രി ഇതര ക്ഷേത്രങ്ങളിലും മേൽവസ്ത്രം അഴിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ എതിർത്ത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചതോടെ വിവാദമായി. ഈ വിവാദത്തിലാണ് മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഭിന്നസ്വരം ഉയർന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർത്ത NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഗണേഷ് കുമാർ. മേൽവസ്ത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിക്കുന്ന പ്രതിപക്ഷവും നിലപാട് ആവർത്തിച്ചു. ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ്. ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം. ആ സമുദായം ഒരു പൊതു ചർച്ചയുടെ കാര്യമില്ല. കാരണം പൊതു ചർച്ച നടത്താൻ പറ്റിയൊരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ. ഭൂരിപക്ഷ സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് മേൽവസ്ത്ര വിവാദത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് BJPയുടെ വിമർശനം. ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃഗാല തന്ത്രവുമായിട്ടാണ് മൂപ്പർ ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കില്ല. ഇവിടെ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഐക്യം തകർക്കാൻ ഇപ്പോൾ ചില ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ക്ഷേത്രകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരാണെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പ്രതികരിച്ചപ്പോൾ മുഖ്യമന്ത്രി അറിയാത്ത കാര്യങ്ങൾ പറയരുതെന്നായിരുന്നു BJP നേതാവ് V. മുരളീധരൻ വിമർശനം. 24 തിരുവനന്തപുരം. സനാതനധർമ്മം അശ്ലീലമാണെന്ന് MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സനാതനധർമ്മത്തെ അവഗണിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് BJP നേതാവ് V. മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി സനാതനധർമ്മത്തെ സ്നേഹിക്കുന്നവർ നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സനാതനധർമ്മം അശ്ലീലം ആണെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണ്. ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃഗാല തന്ത്രവുമായിട്ടാണ് മൂപ്പർ ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കില്ല. ഇവിടെ കേരളത്തിൽ 99% മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ്. വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാ പറയാൻ ധൈര്യമുണ്ടോ? മുഖ്യമന്ത്രി ഈ നിരന്തരം സനാതനധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും നടത്തുന്ന ഈ ശ്രമങ്ങൾ നിന്ന് പിന്തിരിയണം. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തിരുത്താൻ അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം തയ്യാറാവണം. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ മൃദംഗ വിഷന് അനുമതി നൽകിയത് GCDA ചെയർമാൻ നേരിട്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ 24 പുറത്തുവിട്ടു. പരിപാടിക്ക് അനുമതി നൽകരുത് എന്ന ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചതിന് പിന്നാലെയായിരുന്നു ചെയർമാന്റെ അനുമതി. പരിപാടി നടത്താൻ കൊച്ചി കോർപ്പറേഷനിൽ തീയതിയോ ഒപ്പോ ഇല്ലാതെ മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയുടെ പകർപ്പും 24 ലഭിച്ചു. കരാറിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പരിശോധിക്കാത്തതിന് GCDA സൈറ്റ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്തു. ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ നൃത്തപരിപാടിക്ക് ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് മറികടന്ന് GCDA ചെയർമാൻ നേരിട്ടാണ് അനുമതി നൽകിയത്. അനുമതി നൽകരുതെന്ന് ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചെങ്കിലും അത് മറികടന്നായിരുന്നു ചെയർമാന്റെ ഇടപെടൽ. അനുമതി നൽകാൻ ചെയർമാൻ നിർദ്ദേശിച്ച ഫയലിന്റെ പകർപ്പ് 24 ലഭിച്ചു. ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDA ഓഫീസ് ഉപരോധിച്ചു. നടപടികളിലെ വീഴ്ചയിൽ ചെയർമാന്റെ പങ്ക് തെളിഞ്ഞതോടെ കരാറിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പരിശോധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി GCDA സൈറ്റ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്തു. പരാതി പോയിട്ടുണ്ടെങ്കിൽ ആ പരാതി വിജിലൻസ് അന്വേഷിക്കട്ടെ. കായിക ഇതര ആവശ്യങ്ങൾ കൊടുക്കാൻ പാടില്ല, നിയമത്തിലില്ല. അതിനെ മറികടക്കേണ്ടതാണെങ്കിൽ മറികടക്കാനാണ് ഇവിടെ ചെയർമാൻ അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ളത്.
ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. പരിപാടിക്ക് അനുമതി തേടി മൃദംഗ വിഷൻ കോർപ്പറേഷനിൽ നൽകിയതും വ്യക്തതയില്ലാത്ത അപേക്ഷയായിരുന്നു. തീയതിയോ ഒപ്പോ രേഖപ്പെടുത്താത്ത അപേക്ഷയാണ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചത്. ഈ അപേക്ഷയുടെ പകർപ്പും 24-ന് ലഭിച്ചു. 24 കൊച്ചി. കൊച്ചി കരൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സ തുടരുമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരം. ഉമാ തോമസ് മക്കളോടും ഡോക്ടേഴ്സിനോടും സംസാരിച്ചു. അപകടം നടന്ന് 6 ദിവസത്തിന് ശേഷമാണ് ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരില്ല എന്ന സൂചന നൽകി K. സുരേന്ദ്രൻ. എല്ലാ കാലവും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകില്ല. പുതിയ ആളുകൾക്ക് അവസരം നൽകുന്ന പാർട്ടിയാണ് BJP എന്ന് K. സുരേന്ദ്രൻ. ഞങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളത് ഒരു കുഴപ്പവും വരില്ല. അസലായിട്ട് ഞങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നടത്തും. 10ാമത്തെ പാർട്ടി പ്രസിഡന്റാണ് ഞാൻ. അറിയോ നിങ്ങൾക്ക്? 49ാം വയസ്സിൽ പാർട്ടി അധ്യക്ഷനാളായ ആൾ ഞാൻ. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തില്ലേ ഞാൻ ഈ കസേരയിൽ ഇരിക്കുമോ? ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടി തുടരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പൊതുമരാമത്ത് വകുപ്പിലെ 47 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 31 പേരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. 15 പേർ മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുകയാണ്. ഒരാൾ സർവീസിൽ നിന്ന് വിരമിച്ചു. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യവകുപ്പിലാണ്. 24 കോഴിക്കോട്. 24 ടോപ്പിലേക്ക് തിരികെ. കൊല്ലം ജില്ലയിൽ 24 കണക്റ്റും K. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന 6ാമത്തെ വീടിന് തറക്കല്ലിട്ടു. പോരുവഴി പഞ്ചായത്തിലെ നസീമയ്ക്കാണ് വീട് ലഭിച്ചത്. നിർധനരായ കുടുംബങ്ങൾക്കാണ് 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകുന്നത്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 6 വീടുകൾക്ക് തറക്കല്ലിട്ടു. വീട് ലഭിച്ചത് ഏറെ ആശ്വാസകരമെന്ന് നസീമ. 24ഉം ചിറ്റിലപ്പള്ളിയും കണക്ടറായിട്ട് തരുന്ന ഈ വീട് എനിക്ക് വളരെ ആശ്വാസമാണ്. നാട്ടുകാരുടെ എല്ലാ പൊതുപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് എനിക്ക് തന്നത് വലിയ ഉപകാരം. സ്വന്തമായൊരു വീടിനായി പലകുറി സർക്കാരിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നാണ് നസീമയുടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നത്തിന് ഒപ്പം ചേർന്നത്. നാടിന് മാതൃകയായി പദ്ധതി മാറുന്നുവെന്ന് പോരുവഴി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്. സർക്കാർ ഇന്ന് വീടുകൾ പലർക്കും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ചിറ്റിലപ്പള്ളിയും 24 കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീട് സമുച്ചയം സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന നാടിന്റെ ഒരു മാതൃകയായി മാറുകയാണ് അവർ. 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് റൌത്തർ, 24 ഫാമിലി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊല്ലം. ഓമനത്തമുള്ള പക്ഷികളെ കൊഞ്ചിക്കാനും അവയോടൊപ്പം സെൽഫി എടുക്കാനും ശാന്തിഗിരി ഫെസ്റ്റിൽ അവസരം. നാളെ മുതൽ ഫെസ്റ്റിലെ പെറ്റ് ഷോ ആരംഭിക്കും. വിവിധയിനം പക്ഷികളും വളർത്തുമൃഗങ്ങളെയുമാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. മൃഗസ്നേഹികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഇടമാണ് ശാന്തിഗിരിയിൽ ഒരുങ്ങുന്നത്. വിവിധയിനം പക്ഷികളെയും വളർത്തുമൃഗങ്ങളെയുമാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇവയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാനുള്ള പ്രത്യേക അവസരവും ഒരുക്കിയിട്ടുണ്ട്. ശാന്തിഗിരി ഫെസ്റ്റ് അവസാനിക്കുന്ന ഈ മാസം 19 വരെ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഡിസംബർ 20 തുടങ്ങിയ മെഗാ ഫ്ലവർ ഷോയിൽ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഞ്ഞിൻ താഴ്വരയും അരയന്നങ്ങളുടെ വീടും പക്ഷി സങ്കേതവുമൊക്കെ കാണികളുടെ മനം കവരുന്ന കാഴ്ചാനുഭവങ്ങളായി മാറിക്കഴിഞ്ഞു. രാജ്യത്തെ വിവിധ വെജിറ്റേറിയൻ രുചികൾ നിറയുന്ന ഭക്ഷ്യമേളയാണ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. ഫുഡ് കോർട്ടിൽ 100-ലധികം വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ 19 വർഷത്തിന് ശേഷം പിടിയിൽ. CBI ആണ് 2 പ്രതികളെയും പുതുച്ചേരിയിൽ നിന്ന് പിടികൂടിയത്. അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. 2006 ഫെബ്രുവരിയിൽ കൊല്ലം അഞ്ചൽ സ്വദേശിനിയും അവിവാഹിതയുമായ രഞ്ജിനി എന്ന യുവതിയും 2 പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളാണ് ഇരുവരും. എന്നാൽ കൊലപാതകത്തിന് പിന്നാലെ 2006 മുതൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുൻപാണ് ഇവരെക്കുറിച്ചുള്ള വിവരം CBI ചെന്നൈ യൂണിറ്റിൽ എത്തുന്നത്. തുടർന്ന്
ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടിയത്. മറ്റൊരു വിലാസത്തിൽ വ്യാജ പേരുകളിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു പ്രതികൾ. ഇവരെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ പ്രതികളെ കണ്ടെത്തി എന്ന ചെറിയ വിവരം കിട്ടുകയാണ്. പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് വേണ്ടി കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതിന്റെ ഒന്നാം സാക്ഷി എന്ന നിലയ്ക്ക് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്. മുൻ സൈനികനായ ദിബിൽ കുമാറിന് രഞ്ജിനിയിൽ ജനിച്ച കുട്ടികളുടെ പിതൃത്വം സംബന്ധിച്ച പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കുട്ടികളുടെ DNA അടക്കം പരിശോധിക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ തെളിവ് നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം ദിബിൽ കുമാറും രാജേഷും അവിടെയെത്തി 3 പേരെയും കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. 2 കുഞ്ഞുങ്ങളെയും യുവതിയെയും കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഋജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 7 വിധിക്കും. 2005 ഒക്ടോബർ 3 കൊലപാതകം. ക്ഷേത്രത്തിനു സമീപം ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കണ്ണപുരം ചുണ്ടയിൽ BJP ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കൊലപാതകം നടന്നതിന്റെ തലേദിവസം ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. തച്ചൻകണ്ടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് റിജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമത്തിൽ റിജിത്തിനൊപ്പമുണ്ടായിരുന്ന 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു. BJP RSS പ്രവർത്തകരായ സുധാകരൻ, ജയേഷ്, ശ്രീകാന്ത്, അജീന്ദ്രൻ, അനിൽകുമാർ, രഞ്ജിത്ത്, രാജേഷ്, ശ്രീജിത്ത് ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. കേസിലെ 3ാം പ്രതി അജേഷ് വിചാരണ നടക്കുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 4ാം സാക്ഷിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റിജിത്തിന്റെ അമ്മയും സഹോദരിയും. ഇത്രയും കൊല്ലം കാത്തേക്കേണ്ടി വന്നു. 19 കൊല്ലം 3 മാസമായി ശിക്ഷ വിധിക്കാൻ. അതിനു വേണ്ടി കാത്തിരുന്നാള് 17 കൊല്ലമായി ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ തനിച്ച വിധി കേട്ട സന്തോഷമുണ്ട്. ഇത് കേൾക്കാൻ എൻ്റെ അച്ഛനില്ലാതെ പോയി. അച്ഛൻ 17 കൊല്ലം കാത്തിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പാർട്ടി എല്ലാവരും നമ്മളെപ്പോഴും ഉണ്ടെന്ന് ഇത്രയും എനിക്ക് പറയാനില്ല. കേസിൽ ഈ മാസം 7 കോടതി ശിക്ഷ വിധിക്കും. 24 കണ്ണൂർ.